മാൻ പവർ, അതുപോലെ തന്നെ സ്പീഡ്, ശ്രദ്ധ, ഇതെല്ലാം ഉണ്ട്. ഹലോ, ഇന്ന് ഞങ്ങളാണെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം വാങ്ങിക്കാൻ വേണ്ടി ഏഴംകുളത്ത് അച്ചു സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു കടയിൽ കയറിയായിരുന്നു കേട്ടോ. ആ കടയിൽ ഷോക്കേസിൽ ഇതിരിക്കുന്ന കണ്ടു. സംഭവം എന്തുവാ, ഒരു ക്യാമറയാണ് കേട്ടോ. അപ്പം ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ട്വിൻ ലെൻസ് റിഫ്ലെക്സ് ക്യാമറ, യഷിക 635 എന്നാണ് ഈ ക്യാമറയുടെ പേര്. അപ്പം ജാപ്പനീസ് കമ്പനി നിർമ്മിച്ച ഈ ക്യാമറ 1958 ഇത് പുറത്തിറങ്ങിയത്. പഠിക്കാനുണ്ട്, മാൻ പവർ, അതുപോലെ തന്നെ സ്പീഡ്, ശ്രദ്ധ, ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു പടം എടുക്കും. ഇത് 12 പടം എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കൂട്ടിയ 12 പടം എടുക്കുന്നത്. കല്യാണത്തിന് പോയി കഴിഞ്ഞ് സ്വീകരണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും മണ്ഡപത്തിലേക്ക് ആ റോൾ മാറ്റിയില്ല, അതനുസരിച്ച് മാറ്റി നമുക്ക് അവിടെ മുതൽ അടുത്ത റോളിൽ ഓടി. ഇത് എത്ര സ്പീഡ് വേണമെന്ന് അറിയുള്ളൂ ചെയ്യാനൊക്കെ. നമുക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യുന്നില്ല, ഇത് ചെയ്യും. പിന്നെ ഈ 12 പടം മാറ്റുന്നത് ഈ കൈ പിടിച്ച് കൊടുക്കാൻ നേരത്താണ്. ഞാൻ ഒന്ന് പറയുമ്പോൾ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാത്ത സംഭവം അറിയാം. എന്നിട്ട് അത് കംപ്ലീറ്റ് വൈൻഡ് ചെയ്തിട്ട് അത് ക്യാമറ തുറന്ന് അത് ഫിലിം എടുത്തിട്ട് മാറ്റി അത് ഒട്ടിച്ച് ഈ പോക്കറ്റിൽ വെച്ച് കരുത പോക്കറ്റിൽ നിന്ന് ഫിലിം എടുത്ത് പൊട്ടിച്ച് ഇതിനകത്ത് ലോഡ് ചെയ്തിട്ട് ഇത്രയും ഫംഗ്ഷൻ നടക്കണം. അതിന് മുമ്പ് എന്നിട്ട് റെഡി പറയുമ്പോഴായിരിക്കും കൈ ഫ്ലാഷ് ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് ഫ്ലാഷ് ഉപയോഗിക്കുന്നത്. പഴയ ക്യാമറയൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കേട്ടോ. അപ്പം ഞാനങ്ങ് പുള്ളിയോട് ചോദിച്ചത് അതിനെക്കുറിച്ച്. അപ്പോൾ പുള്ളിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി പറഞ്ഞു തന്നു കേട്ടോ. പുള്ളിയുടെ എക്സ്പീരിയൻസും പുള്ളിയുടെ പഴയ കാര്യങ്ങൾ എല്ലാം പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ. അതൊക്കെ ഒരു അറിവായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആ ചേട്ടനാണെങ്കിൽ പഴയ ആദ്യത്തെ ക്യാമറയും അങ്ങനത്തെ എല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അത് നോക്കുമ്പോൾ കാണാം. അടുത്ത വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ.